ഗൈസ്, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. വീട്ടുകാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ഓഫീസിലൊന്നും പോയില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ഒരു ചെറിയ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒരു മീറ്റപ്പ് പ്ലാനാണ്. അപ്പോൾ അതിന് ഞാൻ പോകാനായിട്ടിരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പോൾ പോകാമെന്ന് വിചാരിക്കുക. അതിന് മുന്നേ ആയിട്ട് നമുക്ക് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആണ് നമ്മുടെ ബാൽക്കണി. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മാവൊക്കെ കാണാൻ പറ്റും. മാവ് പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ മാങ്ങയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്നാണ് ഞാൻ യോഗയൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇതെൻ്റെ പഴയൊരു കസേരയാണ്. കമ്പ്യൂട്ടറിൽ കേടായതുകൊണ്ട് ആ കസേര എടുത്ത് പുറത്തോട്ടിട്ട കണ്ടോ. ഇവിടുത്തെ വ്യൂ, ഇവിടെ സൺസെറ്റൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ഈ ഒരു സ്ഥലത്തായിട്ട്. അവിടെ ആയിട്ടൊരു ഫ്ലാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഫ്ലാറ്റൊക്കെ കണ്ട് ഇവിടെ സൺസെറ്റ് ആവുന്ന സമയത്ത് അവിടെ വന്ന് സൂര്യനും അസ്തമിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഫുള്ള് കളറൊക്കെ നല്ല രസമായിരിക്കും. ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതാ നമ്മുടെ പപ്പയാണിത്. പപ്പ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പായ്ക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പപ്പ ഇങ്ങോട്ട് വയ്ക്കാപ്പാ. പപ്പാ ഇങ്ങോട്ട് ഉണ്ടോ. പഴയ പപ്പ ഒരു മിലിറ്ററി ആയിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അസുഖത്തിനെയൊക്കെ സംബന്ധിച്ച് ബാധിച്ച് അങ്ങനെ ഇത്തിരി വയ്യാണ്ടിരിക്കുന്നു. ഇവിടെ ഉമ്മി ഇതാ അടുക്കളയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം സമയം 9 മണി ആയിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. മാത്രമല്ല കുറച്ച് പരിപാടിയുണ്ട്. പപ്പ ആ ഫുഡൊന്നും കഴിക്കുന്നില്ല. നമ്മൾ പഴവും പുട്ടും കൂടെ അതേ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പപ്പ കഴിക്കുമോപ്പാ? ഇത് നമ്മുടെ അപ്പൂപ്പനാണ് ഗൈസ്. പപ്പ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. അതെ കണ്ടോ, മരുന്നൊന്നും കഴിക്കുന്നില്ല. പപ്പ ആകെ ടയേർഡാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒരു അരമണിക്കൂർ പൂജപ്പുര എത്തും. ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. ഏകദേശം 8ഓളം പേര് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ട്. ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗെറ്റ് ടുഗെദറാണ്. അതും കല്ലറയെന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു പറ്റുന്നത് നമ്മുടെ കിളിമാനൂരിനൊക്കെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ അവിടെ ഒരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മൾ കൂടുന്നത്. എനിക്ക് ഈ ഹിഡൻ സ്പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കണം. നമുക്ക് ഇറങ്ങട്ടെ, എന്തായാലും കുളിക്കണം. ബാക്കി പരിപാടികൾ കഴിച്ചില്ല ഇതുവരെ, കഴിക്കണം. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ എന്തായാലും അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. നമുക്ക് അവൻ്റെ റിയാക്ഷനൊക്കെ നോക്കാം. ഹെൽമെറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മനെ പരിചയപ്പെടുത്താം. ഹായ്, ഇതാണ് ജിമ്മൻ. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടുന്ന് ഇപ്പോൾ യാത്ര തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ അത്യാവശ്യം നല്ല വെയിലത്തുള്ളൊരു യാത്രയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട് കല്ലറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട്. നമ്മൾ നെടുമങ്ങാട് എത്തി. ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ മിൽ സർബത്ത് കുടിക്കാനായിട്ട് നിർത്തിയതായിരുന്നു. ഈ ഒരു ചേച്ചിയാണ്. അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് നെടുമങ്ങാടിൽ നിന്ന് ഇനി ഉണ്ട് ഒരു 30 കിലോമീറ്ററുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. അതാ കോളേജ് സമയത്ത് നമ്മളിവിടെ മോഹൻദാസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നൊരു ജ്യൂസല്ല സോറി മിൽക്ക് സർബത്താണ്. പിന്നെ വേറെ എൻ്റെ 2 കൂട്ടുകാരന്മാർ പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെയും കൂട്ടിയിട്ടായിരുന്നു ബാക്കിയുള്ള നമ്മുടെ യാത്രയെല്ലാം. ഈ പോകുന്ന വഴിയൊക്കെ എന്ത് രസമാണെന്ന് അറിയോ. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം കല്ലറയിലുള്ള ഒരു കടയാണ്. ബിരിയാണി കഴിക്കാനായിട്ട്, ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് കൂട്ടുകാരുമായിട്ട് ഇത്രയും പേരുണ്ട് നമുക്ക്. ഇപ്പം എല്ലാവരും കൂടെ ടോട്ടൽ 7 പേരാണ്. അപ്പോൾ ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹിഡൻ സ്പോട്ടിൽ പോയി കഴിക്കാമെന്നൊക്കെയാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്തായാലും നല്ല തിരക്കുണ്ട് കഴിച്ചു. ഭയങ്കര വെയിലുമാണ് ഉച്ചയായതുകൊണ്ട് തന്നെ. ബിരിയാണി കാണൂലെന്നൊക്കെയാണ് പറയുന്നത് സീൻ. ഇപ്പോൾ ബിരിയാണി വാങ്ങാൻ പോയിട്ട് അവിടെ ബിരിയാണി കിട്ടിയില്ല, തീർന്നു പോയി. ഉച്ചയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ അവിടെ തീരുമെന്ന് തോന്നുന്നു. ഭയങ്കര തള്ളാണ് കേട്ടോ അവിടെ. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടെ കല്ലറയിൽ ഏറ്റവും അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് അതാണെന്ന് തോന്നുന്നു. എൻ്റെ ഫ്രണ്ടുണ്ട്, അവൻ്റെ വീട് കല്ലറയാണ്. അപ്പോൾ അവൻ മെയിൻലി അവൻ കാരണമാണ് അങ്ങോട്ട് പോയത്. നമുക്കിനി വേറെ സ്പോട്ട് തപ്പി ബിരിയാണി കഴിക്കാനായിട്ടാണ് പ്ലാൻ. എന്നിട്ട് ഏതെങ്കിലും കൂടുതൽ നല്ല കടകളില്ല കല്ലറയിൽ. മെയിനായിട്ടും പ്രശ്നമാണ്. സത്യം പറയാമല്ലോ, ഈ വെയിൽ സഹിക്കാൻ വയ്യ. ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഉച്ച സമയമായിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിൽ കാരണം നമ്മളിപ്പോൾ ഒരു കടത്തണ്ണയിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരും ഉണ്ട്. അവന്മാർ വന്നു. അവന്മാർക്ക് വേറെ കടയൊന്നും പിടിക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. നിൽക്കുന്നു ഗൈസ്. പഠിക്കുന്ന കുട്ടികളെ പോലില്ലേ ഇവനെ കണ്ടിട്ട്. എടാ ഇങ്ങോട്ട് വയ്ക്കടാ മോനു, കുട്ടാ മോനുടാ. ഗൈസ്, ഇതുപോലെ ഒരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതൊന്നും ഞാൻ അറിയത്തില്ല. ഇതെൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം. ഇതാണ് നമ്മൾ എത്തിപ്പെട്ട ട്രിവാൻഡ്രത്തെ ഒരു ഹിഡൻ സ്പോട്ട്. ഹിഡനായിട്ട് കിടക്കുന്ന, കുളിക്കാനും ഒക്കെ പറ്റിയൊരു സ്പോട്ട്. കപ്പിൾസിനും അതുപോലെ തന്നെ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഒരുപാട് ആഴമൊന്നുമില്ല, നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ചെറിയൊരു ആറ് ഒഴുകുന്നൊരു സ്ഥലം.
പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നടന്ന് അപ്പുറമൊക്കെ പോകാൻ പറ്റും. വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടോ, കാലിൽ പോകാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. വലിയ ഡേഞ്ചറസ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. പിന്നെ ഭയങ്കര, നിങ്ങൾ സൂക്ഷിച്ച് കേട്ടാൽ അറിയാൻ പറ്റും, ഭയങ്കര കിളിയുടെയൊക്കെ സൗണ്ട് കേൾക്കാം. നല്ല പീസ്ഫുൾ സ്ഥലം. ഇത്തിരി എന്താ സീനുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല കുഴിയാണ്, ഇങ്ങോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാണ്. നല്ല ആഴമുണ്ട്. അപ്പം എന്തായാലും വരുന്നവരൊക്കെ അതൊന്ന് സൂക്ഷിച്ചേക്കണേ. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും പീസ്ഫുള്ളായിട്ട് കിടക്കുന്ന സ്ഥലം. ഫുൾ പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊന്നും സൂക്ഷിക്കണം. നടന്ന് വരുന്ന സമയം കണ്ടോ അതുപോലെ പാറക്കെട്ടുകളുണ്ട്. അപ്പം നടന്ന് സൂക്ഷിച്ചൊക്കെ വേണം നടന്ന് വരാനായിട്ട്. കൊണ്ടൊക്കെ വരാം. കൂട്ടുകാരും കപ്പിൾസും എല്ലാം ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ വരുന്ന സമയത്ത് ഇത്തിരി ഡേഞ്ചർ എന്ന് പറയാനായിട്ട് ഇവിടെ വലിയ ആഴമുള്ളൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. ആ ഒരു സൈഡിലായിട്ട് ഭയങ്കര ആഴമുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലായിട്ടും വലിയ ആഴമൊന്നുമില്ല. വേണമെങ്കിൽ കുളിക്കാനൊക്കെ പറ്റും. അവിടെയായിട്ട് വലിയ ആഴമൊന്നുമില്ല. അപ്പം എന്തായാലും കൂട്ടുകാരൊക്കെ ആയിട്ട് വാ, ഒരു ദിവസം നല്ല അടിപൊളി ഫണ്ണായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. വൈബ് ഏരിയ ആണെന്ന് ചോദിക്കുക. മുമ്പ് മറ്റേ അരുവിക്കര പോയ സമയത്ത് ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് ഹിഡൻ സ്പോട്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ട്. ഇത് തന്നെ കയറി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകാനായിട്ടുള്ളതാണോ? ഒരു പിടിയില്ല. ഇത് ആര് കിട്ടി കയറാം? വേണ്ട, കയറ് ഇളകി വന്നു. എന്തായാലും കൊള്ളാം. എന്തിനാണോ എന്തോ, ചുമ്മാ ഒരു കയറ്. എനിക്കൊന്ന് പിടിക്കാനായിട്ടുള്ള കയറായിരിക്കും. കാരണം ആരും വീഴാതിരിക്കാനായിട്ട് ആരോ കിട്ടിയതാണത്. എന്തായാലും കൊള്ളാം. നമുക്കിനി അങ്ങോട്ട് നടക്കാം. അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ആറ് തന്നെയാണ്. നമ്മൾ അവിടെ നിന്നായിരുന്നു നടന്നു വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആഴമൊന്നുമില്ല. നല്ല രസമാണ് നടക്കാനായിട്ടും. നല്ല ഈവനിങ് സൺസെറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ വൈബുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നടന്നിട്ട് നേരെ പോകാം. അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് തോന്നുന്നു. ഈ ഒരു ആറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അങ്ങ് ദൂരെയായിട്ടൊരു ബ്രിഡ്ജുണ്ട് ഗൈസ്, പാലമുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് ആ ഒരു പാലം ശ്രദ്ധിച്ചില്ല. കൊള്ളാം. ഒരു അയൺ ബ്രിഡ്ജാണ്. ഓ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ. എന്തായാലും കൊള്ളാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ഹാങ് ഔട്ട് സ്പോട്ട് എന്നൊക്കെ പറയും ഇതിനെ. കണ്ടോ, വലിയ ആളൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് കിടക്കുന്നൊരു സ്പോട്ട്. ഇവിടെയൊക്കെ എന്താണോ എന്തോ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ആകെക്കൂടെ ഒരു വനത്തിൻ്റെ ആ ഒരു ഇത് ഫീല് തോന്നുന്നു. ഭയങ്കര ഒരു വനപ്രദേശത്തിൽ വന്ന ഒരു ഫീല്. കാരണം വലിയ കൂറ്റം മരങ്ങളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതുണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടുന്ന് ഉള്ള ഈ ഒരു സൈഡും കാണാൻ പറ്റും. അപ്പം ഗൈസ്, ഈ ഒരു സ്പോട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒന്ന് ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ ഒരു പാറക്കെട്ട് കണ്ടോ, അവിടെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നത്. അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടെൻ്റൊക്കെ അടിക്കാനാണെങ്കിൽ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കാം. അങ്ങോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം അങ്ങോട്ട് തന്നെ ആഴക്കൂടുതലുണ്ട്. അവിടെ ഫുള്ള് ആ ഒരു ആറിൻ്റെ ആ ഒരു വശത്തായിട്ട് ആ പാലത്തൂടെ ആരും സഞ്ചരിച്ച് പോകുന്നത് കാണാൻ പറ്റും. അമ്മേ, എന്തായാലും വൈബ് സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കല്ലറയ്ക്ക് അടുത്തായിട്ടുള്ള ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.